നമസ്കാരം. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് വിഷു. കേരളത്തിന്റെ കാർഷികോത്സവം കൂടിയാണിത്. വരാനിരിക്കുന്നത് നല്ല കാലമാണ് എന്ന പ്രതീക്ഷയാണ് വിഷു മലയാളികൾക്ക് സമ്മാനിക്കുന്നത്. പുതിയ പ്രതീക്ഷകളുടെയും നന്മയുടെയും തുടക്കം കൂടിയാണിത്. മേടമാസത്തിലെ ആദ്യ ദിവസമാണ് വിഷുവായി നാം ആഘോഷിക്കുന്നത്. രാത്രിയും പകലും തുല്യമായ ദിവസം കൂടിയാണിത്. ഏപ്രിൽ 14-നാണ് ശരിക്കും വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ സൂര്യോദയത്തിന് ശേഷം ആദിത്യ സംക്രമം വന്നതിനാൽ ഏപ്രിൽ 15-നാണ് ആഘോഷിക്കുന്നത്. വിഷു കണിയാണ് വിഷുവിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. വിഷു ദിനത്തിൽ ആദ്യമായി കാണുന്നത് സമൃദ്ധിയുടെ പ്രതീകമായ വിഷുക്കണിയാണ്. തലേന്ന് രാത്രി തന്നെ വിഷുക്കണി ഒരുക്കി വയ്ക്കും. പുലർച്ചെയാണ് കണിക്കൊന്ന കൊണ്ട് അലങ്കരിച്ച കണ്ണന്റെ മുന്നിലായി ഓട്ടുരുളിയിൽ ഒരുക്കി വയ്ക്കുന്ന കണി കാണുന്നത്. കണിവെള്ളരി, പഴങ്ങൾ, ധാന്യങ്ങൾ, സ്വർണ്ണനാണയങ്ങൾ, വാൽക്കണ്ണാടി തുടങ്ങിയതെല്ലാം ഊട്ടുരുളിയിൽ ഉണ്ടാകും. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായ ഗുരുവായൂരും ശബരിമലയും വിഷുക്കണി കാണാൻ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. വിഷുവിന്റെ ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ സദ്യ കൂടെ ഉണ്ടാകും. അപ്പോഴാണ് വിഷു പൂർണ്ണമായ ഒരു അനുഭവമാവുന്നത്. നരകാസുര വധമാണ് പ്രധാനമായും വിഷുവിനെ ബന്ധപ്പെടുത്തി പറയുന്ന ഐതിഹ്യം. പ്രാഗ് ജ്യോതിഷത്തിലെ ദാനവ രാജാവായ നരകാസുരൻ വിവിധ രാജ്യങ്ങളിൽ നിന്നും 16,000 രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ പാർപ്പിച്ചു. സകല ലോകങ്ങളെയും ഭീതിയിലാഴ്ത്തിയ ഈ ദാനവ രാജാവ് ഇന്ദ്രന്റെ വെൺകൊറ്റക്കുടയും ഇന്ദ്രമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും അപഹരിച്ചു. എല്ലാവരും ഒടുവിൽ ശ്രീകൃഷ്ണന് മുന്നിൽ അഭയം തേടിയെത്തി. പ്രാഗ് ജ്യോതിഷത്തിൽ വെച്ച് നടന്ന ഘോരമായ യുദ്ധത്തിൽ കൃഷ്ണൻ നരകാസുരനെ വധിച്ചു. ശ്രീകൃഷ്ണൻ അസുര ശക്തിക്ക് മേൽ വിജയം നേടിയ ദിവസമാണ് നാം വിഷുവായി ആഘോഷിക്കുന്നത്. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറപ്പെടുമ്പോൾ വിഷുവിന്റെ തിളക്കം കുറയുന്നുണ്ട്. പലപ്പോഴും ഗൃഹാതുരമായ ഓർമ്മയായി വിഷു മാറുന്നുമുണ്ട്. എന്തായാലും ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യവും സന്തോഷവും തന്നെയാണ് വിഷു നൽകുന്നത്. വിഷുവിനെ നമുക്ക് ഒറ്റക്കെട്ടായി വരവേൽക്കാം.